ശ്രീ ജോർജ് കള്ളിവേലിൽ, ഇപ്പോൾ ഇറാൻ യുദ്ധം വൻ അബദ്ധമെന്ന് സ്വന്തം ജനത തന്നെ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം, ട്രംപിന് നാണം കെട്ട് അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ നിന്നും പിൻവാങ്ങേണ്ട ഒരു സാഹചര്യം, അതായത് അവർ പുറത്താക്കുന്നതിന് മുന്നേ താൻ തന്നെ പിൻവാങ്ങിയേക്കാം എന്നുള്ള ഒരു നിലപാട്. ഇതിന് പുറകെ നമ്മളേവരും കണ്ടതാണ്, പശ്ചിമേഷ്യൻ മേഖലയിലേക്ക്, സമുദ്ര മേഖലയിലേക്ക് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പലിനെ അയച്ചുകൊണ്ട് അമേരിക്കയല്ല ട്രംപ് ഭീഷണി മുഴക്കി എന്നതാണ് കൃത്യമായി പറയേണ്ടത്. എന്നാലിപ്പോൾ ആ യുദ്ധക്കപ്പലും തിരിച്ചു പിൻവാങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ശരിക്കും ഒരു എടുത്തുചാട്ടം തന്നെയല്ലായിരുന്നു ട്രംപ് കാട്ടിയത്, ഇതല്ലാതെ മറ്റു മാർഗങ്ങളുമില്ലായിരുന്നു. ട്രംപ് ലോകക്രമത്തെ തന്നെ മാറ്റിമറിച്ച ഒരാളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം അദ്ദേഹത്തിന്റെ അസ്ഥിരത കൊണ്ട്, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നത്, അദ്ദേഹത്തിന്റെ പ്രായാധിക്യത്വം കൊണ്ടായിരിക്കാം, വിവേകവോ ഇല്ലായ്മയും അഹങ്കാരവും ഒക്കെ പലതരത്തില് ഒരേ സമയത്ത് നമുക്കറിയാം ഭീഷണി ഉപയോഗിക്കുന്നു. ഒരു രാഷ്ട്രത്തലവന്, പ്രത്യേകിച്ച് അമേരിക്ക പോലെ ലോകത്ത് ഒരു രാഷ്ട്രം ഉപയോഗിക്കാൻ പാടില്ലാത്ത പല പദപ്രയോഗങ്ങളും മുതൽ നടപടികൾ വരെ, അത് തീരുവയുദ്ധം മുതൽ തുടങ്ങിയതാണ്. സമാധാനത്തിന്റെ അപ്പസ്തോലനായിട്ട് ഒരു തീവ്രതയൊക്കെ തന്നെ നമുക്കറിയാം. വെനസ്വേലയിൽ ചെന്ന് വെനസ്വേലൻ പ്രസിഡന്റിനെ രാത്രി തട്ടിക്കൊണ്ടുവരിക, ഇതൊന്നും ഒരു ലോകക്രമത്തിന് ചേരുന്ന പരിപാടിയല്ല. അതൊക്കെ അവരെന്ത് തെറ്റ് ചെയ്താലും ആ രാജ്യത്തിന് ശിക്ഷിക്കപ്പെടാൻ അവിടെയാണ് തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ഇവിടെ ഒരു തരത്തിലുള്ള അംഗീകാരവും ഇക്കാര്യത്തില്ല. അപ്പൊ അമേരിക്ക ഇറാനിൽ നടത്തിയതും ഒരുപക്ഷെ ട്രംപിന്റെ മാത്രം ഒരു മേധാവിത്വത്തിന്റെ ഭാഗമായി ട്രംപിന്റെ ഒരു തീരുമാനത്തിന് മറ്റുള്ളവർ വഴങ്ങിയെന്ന് വേണം കരുതാൻ. തീർച്ചയായിട്ടും അതൊരു തെറ്റായ തീരുമാനമെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കുമില്ല. അമേരിക്കക്കാർക്ക് പോലും ഉള്ളിന്റെ ഉള്ളിൽ അങ്ങനെ ചിന്തയുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പൊ എന്തായാലും ഇതൊരു വലിയ പ്രശ്നമാണോ? അമേരിക്കൻ പട്ടാളക്കാർ മരിക്കുന്നു, അമേരിക്കയുടെ കോടിക്കണക്കിന് രൂപ നഷ്ടമാകുന്നു, പ്രത്യേകിച്ച് ഒരു പ്രയോജനവും ഉണ്ടാകുന്നുമില്ല, ഈ യുദ്ധത്തിൽ നിന്ന് തലകൂരാനും പറ്റുന്നില്ല. പക്ഷെ ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് ട്രംപ് പൂർണ്ണമായി പിന്മാറിയെന്ന് ഞാൻ കരുതുന്നില്ല. ഇതിപ്പോ അമേരിക്കൻ കോൺഗ്രസിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ട്രംപ് യുദ്ധം അവസാനിക്കുന്നു വരെ പറഞ്ഞിട്ടുണ്ട്. അതേ സമയത്ത് ഞാൻ ഇറാന്റെ പ്രപ്പോസലൊന്നും നിർദ്ദേശങ്ങളൊന്നും എനിക്ക് സ്വീകാര്യമല്ലെന്നും അതൊന്നും അതിൽ ഞാൻ അസംതൃപ്തനാണെന്നും ഒക്കെ പറയുന്നുണ്ട്. ഒരേ സമയം പുള്ളി രണ്ടും പറയുന്നുണ്ട്. അപ്പൊ അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഈ ട്രംപിന്റെ രണ്ടാം ഭരണത്തിലെത്തിയത് മുതൽ ട്രംപ് പല കാര്യങ്ങളിലെ ഇരട്ടത്താപ്പ് കൊണ്ടുവരികയും ഒരേ കാര്യത്തിൽ പല സമീപനം സ്വീകരിക്കുകയും ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും യുദ്ധം അവസാനിക്കേണ്ടത് ഇന്ത്യ അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളിലെ എല്ലാം ആവശ്യമാണ്. കാരണം ഇതൊരു നമുക്കറിയാവുന്നത് പോലെ മേഖലയിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. പെട്രോളിന്റെ വില കൂടുന്നു, രൂപയുടെ മൂല്യം ഗണ്യമായി തകരുന്നു, വലിയ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നു. നമുക്കറിയാം പാചകവാതകത്തിനൊക്കെ 50% വില കൂട്ടിയത്. അത് വലിയ തോതിൽ, അതായത് സാധാരണക്കാരായിട്ടുള്ള തട്ടുകടക്കാർ മുതൽ ചെറിയ ഹോട്ടലുകാർ മുതൽ വലിയ ഹോട്ടലുകാർ വരെ ബാധിച്ചു കഴിഞ്ഞു. 1000 രൂപയോളം ഒറ്റയടിക്കൊക്കെ കൂട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും പറ്റുകയില്ല. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് കഴിഞ്ഞാൽ ഉടൻ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില, കഴിഞ്ഞ പെട്രോൾ ഡീസൽ വില ഇപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ട് കൂട്ടാൻ ആവശ്യമില്ലാത്ത, കാരണം പെട്രോൾ വില അന്താരാഷ്ട്ര മാർക്കറ്റിന്റെ വിപണിയിൽ കുറഞ്ഞു നിന്ന സമയത്തും ഇന്ത്യയുടെ വില കുറച്ചിരുന്നില്ല. കഴിഞ്ഞ കുറെ നാളുകളായി നമുക്കറിയാം 100 രൂപയ്ക്ക് മുകളിലോ അടുത്തോ ആണ് ഈ വില നിൽക്കുന്നത്. അത് അന്താരാഷ്ട്ര വിപണിയിലെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തുകൊണ്ടിരുന്ന അതേ സർക്കാർ അന്ന് അതിന് പറഞ്ഞ നയം അതാണെങ്കിൽ പിന്നീട് കുറെ കാലങ്ങളായി ഈ വില മരവിപ്പിച്ചു നിർത്തിയിരിക്കുകയാണ്. വില കുറഞ്ഞപ്പോൾ അതിന്റെ ഗുണം ഉപഭോക്താക്കൾക്ക് നൽകിയില്ലെന്ന് മാത്രമല്ല, ലക്ഷക്കണക്കിന് കോടി രൂപയാണ് പൊതുമേഖലാ എണ്ണ കമ്പനികളും സ്വകാര്യ എണ്ണ കമ്പനികളും ഉണ്ടാക്കിയത്. ഇപ്പോൾ ആ ലാഭത്തിലാണ് ഇതുകൊണ്ടായിരിക്കുന്നത്. ഇപ്പൊ അത് അമേരിക്ക പോലും ബാധിച്ചിട്ടുണ്ട്. കാരണം സ്പിരിറ്റ് എയർലൈൻസ് എന്ന് പറയുന്നത് അവിടുത്തെ ലോ കോസ്റ്റ്, അവിടുത്തെ ഏറ്റവും വില കുറഞ്ഞ എയർലൈൻ. ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ പോലുള്ളവർ അമേരിക്ക പോകുമ്പോൾ ഈ സ്പിരിറ്റ് എയർലൈൻസിൽ പോകാറുണ്ടായിരുന്നു. അതിനകത്ത് ഒന്നും കൊണ്ടാകല്ല, ഒരു 7 കിലോമീറ്റർ. അപ്പൊ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിലയ്ക്കുന്ന നിലയിലേക്ക് അമേരിക്കയിൽ പോലും ഇത് പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ ഇപ്പൊ നമുക്കറിയാം പെട്രോളിയം കമ്പനികൾ ഒക്കെ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ വ്യോമയാന കമ്പനികൾ വില കൂട്ടാനുള്ള ഒരുക്കത്തിലാണ്. ഇപ്പൊ തന്നെ പലതരത്തിൽ അവർ വില കൂട്ടിക്കഴിഞ്ഞു. കഴിഞ്ഞ കോവിഡ് മുതൽ അവർ പലതരത്തില് ചൂഷണങ്ങൾ തുടരുകയാണ്. ഇത് നിയന്ത്രണം ഏർപ്പെടുത്തിയത് അതും ഇല്ലാതായി. ഇത് പ്രതിസന്ധി വളരെ രൂക്ഷമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.